ഈ സർക്കാരിന്റെ കിരാത ഭരണം അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിക്കണമെന്ന് ജനങ്ങൾ മുഴുവനും ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വിജയം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. കണ്ടവരും സ്വന്തം പ്രസ്ഥാനത്തെയും വെട്ടിക്കൊടുത്ത് തന്റെ മാനാഭിമാനം അക്രമ രാഷ്ട്രീയക്കാരുടെ അടക്കണമെങ്കിൽ തടയം വെച്ചതെന്ന് കാലം നൽകിയ പ്രഹരമാണ്. മങ്കട മണ്ഡലത്തിലെ ഇതുവരെ ഇല്ലാത്തൊരു വലിയ ഭൂരിപക്ഷത്തിനാണ് മഞ്ഞളാംകുഴി അലി വിജയിച്ചത്. ഒരുപക്ഷെ എതിരാളികൾക്ക് പോലും ഞെട്ടലുണ്ടാക്കുന്ന ഒരു ഭൂരിപക്ഷം എന്ന് തന്നെ പറയേണ്ടി വരും. UDF-ന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. ടീം UDF ഒറ്റക്കെട്ടായി 100-ലധികം സീറ്റും നേടുമെന്ന് പറഞ്ഞത് VD സതീശനായിരുന്നു. ആ ഒരു UDF-ന് അനുകൂലമായ തരംഗം ഈ മങ്കടയിലും ആഞ്ഞു വീശിയപ്പോൾ എതിരാളികൾക്ക് പോലും വിറയിലുണ്ടാകുന്ന ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിജയം 45,600-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മങ്കട മണ്ഡലത്തിൽ മഞ്ഞളാംകുഴി അലി വിജയിച്ചത്. അതിന്റെ വിജയാഹ്ലാദ പ്രകടനം എന്നല്ല പറയേണ്ടത്, ഓരോ പ്രവർത്തകരും ഇത് ആഘോഷമാക്കുകയാണ്. വിജയിച്ച മഞ്ഞളാംകുഴി അലി അദ്ദേഹവും അദ്ദേഹത്തിന്റെ നേതാക്കളോടൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കുന്നു. ഇരുവശങ്ങളും, അതായത് ഏതൊക്കെ തരത്തിൽ ആഘോഷമാക്കാൻ പറ്റുമോ ആ ആഘോഷത്തോടൊപ്പമാണ് വിജയിപ്പിച്ച വോട്ടർമാരെ, നാട്ടുകാരെ കാണാൻ മഞ്ഞളാംകുഴി അലി അദ്ദേഹം കുട്ടിലങ്ങാടി മുതൽ അങ്ങാടിപ്പുറം വരെയായിരുന്നു അദ്ദേഹത്തിന്റെ വിജയാഹ്ലാദ റാലി നടന്നത്. ഇപ്പോൾ അദ്ദേഹം ഈ വിജയത്തെക്കുറിച്ചും വിജയത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം ചാനലിനോട് സംസാരിക്കുന്നു. എതിരാളികൾ അത്ഭുതപ്പെടുന്ന ഒരു ഭൂരിപക്ഷം 45,915 വോട്ട് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോലും ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഒരിക്കലും ആലോചിച്ചിരുന്നില്ല. അതിഗംഭീരമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണെന്നൊരു സംശയവുമില്ല. ഈ 10 വർഷം, കഴിഞ്ഞ 10 വർഷം ഈ സർക്കാരിന്റെ കിരാത ഭരണം അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിക്കണമെന്ന് ജനങ്ങൾ മുഴുവനും ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു വിജയം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. ഞങ്ങൾ കഴിവിന്റെ പരമാവധി വെച്ച് ഈ നാടിനെ പഴയ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. അതായത് കേരളം മൊത്തം, അതായത് ഈ UDF-ന്റെ തരംഗം അലയടിച്ചു എന്ന് വരും. അതൊരു സംശയമില്ലല്ലോ. ഈ ഭരണമാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഈ ഗവൺമെന്റിന് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്, ജനങ്ങൾക്ക് മുഴുവൻ അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം ഗവൺമെന്റിനെതിരായിട്ട് വോട്ട് ചെയ്തത്. ഈ മങ്കട മണ്ഡലത്തിലെ ഈ എതിരാളിയെ കുറിച്ച് നിങ്ങളോട് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ എതിരാളി ആയത് ഒരുപക്ഷെ ലീഗും UDF ഒറ്റക്കെട്ടാവാനും വലിയ ഭൂരിപക്ഷത്തിന് കാരണമായി. ഞാൻ അതിനെപ്പറ്റി ഒരു അക്ഷരം ഇപ്പം മിണ്ടുന്നില്ല. നമുക്കൊക്കെ പല പ്രാവശ്യം സംസാരിച്ചാണ്, പല പ്രാവശ്യം ചർച്ച ചെയ്താണ്. ഇവിടെ ലീഗിലുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് അവിടപ്പുറത്ത് പോയി ലീഗിനെതിരെ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളെല്ലാവരും രോഷാകുലരാവും. അതിനനുസരിച്ചുള്ള പ്രവർത്തനം അവർ നടത്തുക. ഏതായാലും വലിയ ഭൂരിപക്ഷത്തിൽ 45,600-ഓളം വോട്ടിന്റെ കണ്ടുപോയ പോലെ മങ്കടയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ എതിരാളികൾക്ക് പോലും പോലും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വിജയം. ഇങ്ങനെ വല്ലാതെ ജനമനസ്സിൽ അദ്ദേഹം ക്യാമറമാൻ അവിടെ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.